ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ജോലി ഞാൻ ഒരു മനഃശാസ്ത്ര കൗൺസിലറാണ്. മനഃശാസ്ത്ര കൗൺസിലർ. ചൈൽഡ് ലൈനിൽ ഞാനൊരു 8 വർഷം പ്രവർത്തിച്ചു പറഞ്ഞില്ലേ. അതോടെ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ്, കൗൺസിലർ എന്ന് പറയും. പിന്നെ ജയിലുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. ജയിലില്ലേ കേരളത്തിൽ 57 ജയിലുകളുണ്ട്. അതിൽ 11 ജയിലുകളിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ 3 തവണ ക്ലാസ് എടുക്കാൻ പോയി. സെൻട്രൽ ജയിലിൽ 4 സെൻട്രൽ. ഞാൻ അതിലേക്ക് വരാം. ജയിലുകളിലേക്കൊക്കെ ആളുകൾ എങ്ങനെ എത്തിപ്പെടുന്നത് നമ്മളിപ്പോഴേ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ അപകടത്തിൽ ചെന്ന് ചാടാൻ സാധ്യത ഉണ്ട്. ജയിലിൽ ക്ലാസ് എടുക്കാൻ അവിടെ കുറ്റം ചെയ്ത ആളുകൾ ഉണ്ടാവില്ലേ, അവിടുത്തെ തടവ് പുള്ളികൾ അല്ലെ അന്തേവാസികൾ അല്ലേ, അവർക്ക് ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ചില നിരപരാധികളൊക്കെ പെട്ടുണ്ടാവും. അതിലൊക്കെ കൂട്ടുകെട്ട് അതിനൊക്കെ ക്ലാസ് എടുക്കുന്ന ആളാണ്. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? ഇവിടെ പിന്നെ കേരളത്തിലെ 4 സെൻട്രൽ ജയിലിൽ, കണ്ണൂർ സെൻട്രൽ ജയിലിൽ 3 തവണ ക്ലാസ് എടുത്തു. തവനൂർ സെൻട്രൽ ജയിലിൽ എടുത്തു. ഇനി തൃശ്ശൂർ, അതോടൊപ്പം തിരുവനന്തപുരം ഇവിടെയും സെൻട്രൽ ജയിലുണ്ട്. അവിടെ ബാക്കി ഒരു ജയിലുകളൊക്കെ പോയിട്ട് എല്ലാവരും ഇരിക്കുക. നീ ക്ലാസ് തുടങ്ങാൻ പോകട്ടാ. റെഡി? ഇനി ഞാൻ നിങ്ങളോട് ഒരു ചെറിയൊരു നിങ്ങൾ ശ്രദ്ധ ചെക്ക് ചെയ്യാനുള്ള ഒരു ഗെയിം പോലത്തെ സംഗതിയാണ്. റെഡി അല്ലേ? സന്തോഷമുണ്ടെങ്കിൽ എന്ന് കയ്യടി എന്ന് പറയും. 2 വട്ടം കൈയടിക്കണം കേട്ടോ. ഇത് സന്തോഷമുണ്ടെങ്കിൽ കയ്യടി എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങി ആർ യു ഹാപ്പി എന്ന് പറഞ്ഞിട്ടല്ല തുടങ്ങിയത്. ഇതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ഹാപ്പി ആകുമ്പോഴാണ് നമുക്ക് എല്ലാ കാര്യം ചെയ്യാൻ തോന്നുന്നത്. നമ്മൾ അസ്വസ്ഥരായി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനും കഴിയില്ല, ഒന്നിനും മൂടുണ്ടാവില്ല. അപ്പോൾ സന്തോഷം നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിൽ നിലനിർത്താൻ പറ്റണം. തെറ്റായ സന്തോഷത്തിലേക്ക് പോകാൻ പാടില്ല. ലഹരിയിലേക്ക് ഒരാൾ പോകുന്നത് താൽക്കാലികമായ സന്തോഷം കിട്ടലാണ്. ഞാൻ അതിലേക്ക് വരാം. താൽക്കാലിക സന്തോഷമാണ്, അത് നമുക്ക് വലിയ അപകടം ചെയ്യും. അങ്ങനത്തെ താൽക്കാലിക സന്തോഷത്തിന് പിന്നാലെ പോകാനും പാടില്ല. അപ്പോൾ സന്തോഷമുണ്ടെങ്കിൽ കയ്യടി എന്ന് പറഞ്ഞാൽ 2 വട്ടം കൈയടിക്കണം. സന്തോഷമുണ്ടെങ്കിൽ കയ്യടി. ഇപ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൈയടിക്കണം. എനിക്ക് സന്തോഷമില്ല അപ്പോൾ ഞാൻ കൈയടിക്കണോ? സന്തോഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൈയടിക്കണം. റെഡി? ഇത് 5 കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോവാണ്. ഈ 5 കാര്യങ്ങളും തെറ്റിച്ച് ചെയ്യാതെ നോക്കണം. സന്തോഷമുണ്ടെങ്കിൽ കയ്യടി വരുമ്പോൾ 2 വട്ടം കൈയടിക്കണം. ഞാൻ പറഞ്ഞുതരാം. സന്തോഷമുണ്ടെങ്കിൽ വിരൽ ഞൊടി എന്ന് പറയുമ്പോൾ വിരൽ ഇങ്ങനെ ഞൊട്ടണം. അതോടൊപ്പം സൗണ്ട് ഉണ്ടാക്കുക. അല്ല 2 വട്ടം. അതോടെ 2 കൈ കൊണ്ട് ഒരു കൈയിന് ചിലപ്പോൾ സൗണ്ട് ഉണ്ടാവുള്ളൂ. 2 കൈയും ചെയ്ത് വെക്കുക. അതോടൊപ്പം സൗണ്ട് ഉണ്ടാക്കാൻ എങ്ങനെ. പിന്നെ സന്തോഷമുണ്ടെങ്കിൽ മുട്ടിനടി വരുമ്പോൾ മുട്ടിന് 2 അടി അടിക്കണം. 2 അടി കേട്ടാ. പിന്നെ സന്തോഷമുണ്ടെങ്കിൽ കാലടി എന്ന് പറയുമ്പോൾ നിലത്ത് 2 ചവിട്ട് പതുക്കെ ചവിട്ടുക. കാല് വേദന ആവരുത് കേട്ടാ. കാല് വേദന ആവരുത്. 2 ചവിട്ട് പതുക്കെ ചവിട്ടുക. പിന്നെ സന്തോഷമുണ്ടെങ്കിൽ പറയൂ ഹലോ എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ഹലോ എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഹലോ ഹലോ എന്ന് പറയാം കേട്ടാ. ഹലോ ഹലോ. സന്തോഷം ഹലോ എന്ന് പറയുമ്പോൾ ഹലോ ഹലോ എന്ന് പറയാം. പിന്നെ സന്തോഷമുണ്ടെങ്കിൽ എല്ലാം ചെയ്യുമെന്ന് പറയുമ്പോൾ കൈ അടിക്കണം, വിരൽ ഞൊട്ടണം, മുട്ടിനെ തട്ടണം, കാലുകൊണ്ട് ചവിട്ടണം, ഹലോ ഹലോ എന്ന് പറയാം. 5 ഒന്നിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കാതെ തെറ്റിക്കുന്ന ആൾക്കാർ ഇത് 5 ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ തെറ്റിക്കാൻ പാടില്ല. 5 ഒന്നിച്ച് ചെയ്യാൻ പറ്റുക. റെഡി? സ്റ്റാർട്ട് ചെയ്യണേ. എല്ലാവരും നട്ടെല്ല് നിവർന്നിരിക്കും. നട്ടെല്ല് നിവർന്നിരിക്കുക. എപ്പോഴും നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ പരമാവധി നട്ടെല്ല് നിവർന്ന് അറ്റൻഷനായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഓട്ടോമാറ്റിക് വരും. റെഡി അല്ലേ? ഓക്കെ. സന്തോഷമുണ്ടെങ്കിൽ കയ്യടി. 2 വട്ടം കേട്ടോ. 2 വട്ടം. എല്ലാവരും ഒരേ ഇതിൽ കയ്യടിക്കാൻ നോക്കണം. സന്തോഷമുണ്ടെങ്കിൽ കയ്യടി. വെരി ഗുഡ്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് കയ്യടിക്കണം കേട്ടോ. സന്തോഷമുണ്ടെങ്കിൽ കയ്യടി. ഉല്ലാസമുണ്ടെങ്കിൽ കയ്യടി. സന്തോഷമുണ്ടെങ്കിൽ ഉല്ലാസമുണ്ടെങ്കിൽ സന്തോഷമുണ്ടെങ്കിൽ കയ്യടി. വെരി ഗുഡ്. ഇനി വിരൽ ഞൊടി വരുമ്പോൾ ഇങ്ങനെ വിരൽ ഞൊട്ടണം. അതോടൊപ്പം സൗണ്ട് ഉണ്ടാക്കുക കേട്ടോ. 2 പേരും. സന്തോഷമുണ്ടെങ്കിൽ വിരൽ ഞൊടി. വെരി ഗുഡ്. ഒന്നുകൂടി. സന്തോഷമുണ്ടെങ്കിൽ വിരൽ ഞൊടി. ഉല്ലാസമുണ്ടെങ്കിൽ വിരൽ ഞൊടി. സന്തോഷമുണ്ടെങ്കിൽ ഉല്ലാസമുണ്ടെങ്കിൽ സന്തോഷമുണ്ടെങ്കിൽ വിരൽ ഞൊടി. വെരി ഗുഡ്. ഇനി മുട്ടിനടി വരുമ്പോൾ മുട്ടിന് 2 അടി അടിക്കണം കേട്ടോ. പതുക്കെ അടിച്ചാൽ മതിട്ട്. വേദന ആവണമില്ലല്ലോ. വേദന ആവില്ല. ഓക്കെ, വെരി ഗുഡ്. സന്തോഷമുണ്ടെങ്കിൽ മുട്ടിനടി. 2 കൈ കൊണ്ട് അടിക്കണം. ഒന്നുകൂടി. സന്തോഷമുണ്ടെങ്കിൽ മുട്ടിനടി. ഉല്ലാസമുണ്ടെങ്കിൽ മുട്ടിനടി. സന്തോഷമുണ്ടെങ്കിൽ ഉല്ലാസമുണ്ടെങ്കിൽ സന്തോഷമുണ്ടെങ്കിൽ മുട്ടിനടി. ഇനി കാലടി നിലത്ത് പതുക്കെ ചവിട്ടിയാൽ മതി. കാല് വേദന ആയാൽ ഞാൻ അറിയില്ല. നോക്കി ചവിട്ടിയാൽ മതി കേട്ടാ.
സന്തോഷമുണ്ടെങ്കിൽ കാലടി, ഉല്ലാസമുണ്ടെങ്കിൽ കാലടി, സന്തോഷമുണ്ടെങ്കിൽ ഉല്ലാസമുണ്ടെങ്കിൽ, സന്തോഷമുണ്ടെങ്കിൽ കാലടി. വെരി ഗുഡ്. ഇനി സന്തോഷമുണ്ടെങ്കിൽ പറയൂ ഹലോ എന്ന് പറയുമ്പോൾ ഹലോ ഹലോ പറയട്ടെ, 2 ഹലോ കേട്ടാ. സന്തോഷമുണ്ടെങ്കിൽ പറയൂ ഹലോ, ഉല്ലാസമുണ്ടെങ്കിൽ പറയൂ ഹലോ, സന്തോഷമുണ്ടെങ്കിൽ ഉല്ലാസമുണ്ടെങ്കിൽ, സന്തോഷമുണ്ടെങ്കിൽ പറയൂ ഹലോ. വെരി ഗുഡ്. ഇനി നമ്മൾ സ്പീഡിലാക്കാൻ പോട്ടാ. സ്പീഡിലാണ്. പിന്നെ എല്ലാം ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങൾ 5 ഒന്നിച്ച് ചെയ്യണം കേട്ടോ, മറക്കരുത്. ഓക്കെ. സന്തോഷമുണ്ടെങ്കിൽ കയ്യടി, ഉല്ലാസമുണ്ടെങ്കിൽ വിരൽ ഞൂടി, സന്തോഷമുണ്ടെങ്കിൽ മുട്ടിനടി, ഉല്ലാസമുണ്ടെങ്കിൽ കാലടി, സന്തോഷമുണ്ടെങ്കിൽ പറയൂ ഹലോ, ഉല്ലാസമുണ്ടെങ്കിൽ എല്ലാം ചെയ്. ചില ആളുകൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഒന്നുകൂടി. സന്തോഷമുണ്ടെങ്കിൽ എല്ലാം ചെയ്. വെരി ഗുഡ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഹാപ്പി അല്ലേ? ആർ യു ഹാപ്പി? 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 വെരി ഗുഡ്. ഇപ്പം നിങ്ങളെല്ലാം ഹാപ്പി ആയില്ലേ? ഗുഡ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 5 Fൽ ഒരു F ആണ് ഞാൻ പറഞ്ഞത്. ആ Fന്റെ പേരെന്താണ്? ഫ്രണ്ട്സ്. രണ്ടാമത്തെ F എന്ന് പറയുന്നത് അതിന് പറയും ഫ്രീഡം. എന്താണ്? ഫ്രീഡം. നമുക്ക് മനുഷ്യന് ഫ്രീഡം വേണോ വേണ്ടയോ? വേണം അല്ലേ? പക്ഷെ ഫ്രീഡം മിസ്യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് സ്വാതന്ത്ര്യം നമ്മളെ രക്ഷിതാക്കള്, നമ്മളെ ടീച്ചേഴ്സ് നമുക്ക് ചില സ്വാതന്ത്ര്യം തരാറുണ്ട് അല്ലേ? നമ്മളെ വിശ്വസിച്ചിട്ട് അവർ വിശ്വസിച്ച് പലയിടത്തും പറഞ്ഞേക്കും. ശരിയാണോ അല്ലേ? അതെന്താ? എൻ്റെ കുട്ടി തെറ്റായതിൽ ചെന്ന് ചാടൂല, കുട്ടി തെറ്റായ രീതിയിൽ ഒന്നും ചെയ്യൂല എന്ന രീതിയിൽ ആ വിശ്വാസത്തിലാണ് നമ്മൾ പറഞ്ഞേക്കുക. നിങ്ങൾക്കറിയോ, 2 വർഷം മുമ്പ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരു +1 പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഉമ്മ എൻ്റെ നമ്പർ ആരോ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ വിളിച്ചിട്ട് ആ ഉമ്മ കരഞ്ഞ് പറഞ്ഞൊരു കാര്യമുണ്ട്. സാറേ, എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. എൻ്റെ മൂത്ത മകള് കല്യാണം കഴിച്ച് ദുബായിൽ ഭർത്താവിൻ്റെ കൂടെ സന്തോഷകരമായി ജീവിക്കുകയാണ്. രണ്ടാമത്തത് ഈ മോളാണ്. എൻ്റെ ഭർത്താവ് ഗൾഫിലാണ്. സാറേ, ഞാൻ എൻ്റെ മോക്ക് എല്ലാ ഫ്രീഡം കൊടുത്ത് അങ്ങനെ വളർത്തിയാണ്. ഓൾ എന്ത് ചോദിച്ചാലും ഞാൻ ഓക്ക് സാധിപ്പിച്ചു കൊടുത്തു. പക്ഷെ സാറേ, എൻ്റെ ഞങ്ങളെ പറ്റിച്ചു. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളെ വിഷയങ്ങൾ പറയും? സാറേ, ഒരു ദിവസം ഓള് ഞങ്ങളോട് പറഞ്ഞു, ആ കുട്ടി ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ അടുത്ത ഞായറാഴ്ച ഞങ്ങൾ 10ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ എല്ലാവരും കൂടി കൂടുന്ന ഒരു മീറ്റപ്പ് പ്രോഗ്രാം ഉണ്ട്, ഞാൻ പോട്ടെ അമ്മ ചോദിച്ചു. ഉമ്മ പറഞ്ഞു, ആയിക്കോട്ടെ, ഇജ്ജ് പോയിക്കോ, എനിക്ക് എന്താ വേണ്ടത്? അല്ല, ഞങ്ങളെല്ലാവരും കൂടി കൂടിയിട്ടാണ് പൈസ ഇതാക്കിയിട്ടാണ് ഞങ്ങൾ പരിപാടി നടത്തുന്നത്. ഉമ്മ പൈസ തരണം. അപ്പോൾ ഉമ്മ ഓക്ക് ഒരു 1000 റുപ്യൊക്കെ കൊടുത്തു. ഏതായാലും മീറ്റപ്പ് അല്ലേ, കുട്ടികളെ ആഘോഷിച്ചോട്ടെ. അങ്ങനെ പിറ്റത്തെ ഞായറാഴ്ച അവൾ മീറ്റപ്പൊക്കെ കഴിഞ്ഞു വീട്ടിലെത്തി. പക്ഷെ ഒരു കാര്യം അവൾ ഉമ്മാൻ്റെ മുന്നിൽ മറച്ചു വെച്ചു. അത് പിറ്റേന്നാണ് ഉമ്മ അറിയണത്. പിറ്റേന്ന് മൂത്ത മകൾ ഉമ്മാക്ക് ഫോൺ ചെയ്തപ്പോഴാണ് മൂത്ത മകൾ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ ഇന്നലെ ആ കുട്ടീനെ തൽക്കാലം നമ്മൾ പൊന്നു എന്ന് വിളിക്കാം, അവളെ പേര് അതൊന്നുമല്ല. ഉമ്മ, പൊന്നു ഇന്നലെ എവിടുക്ക പോയെൻ്റെ? മീറ്റപ്പിന് പോയെന്തേ? ഓൾ മീറ്റപ്പ് കഴിഞ്ഞ് വേറെ എവിടേക്കും പോയത് ഉമ്മാക്ക് അറിയോ ചോദിച്ചു. അപ്പോൾ ഉമ്മ പറയും, പൊന്നു എവിടേക്ക് പോകണേ നമ്മളോട് പറയാതെ പോയില്ലല്ലോ. അപ്പോൾ ആ കുട്ടിയുടെ മൂത്ത മോള് ചോദിക്കണം, ഉമ്മ നിങ്ങൾ പൊന്നിനോട് ചോദിച്ചിരുന്ന നിങ്ങൾ മീറ്റപ്പ് നിങ്ങൾ എവിടേക്ക്? ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് നിങ്ങൾ ഓളോട് ചോദിക്കുക. ഓൾ പൊന്നു അവിടെ ഉണ്ടോ ചോദിച്ചു. പൊന്നു ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾ പൊന്നിനോട് വിളിച്ച് ചോദിക്കും, ഇന്നലെ മീറ്റപ്പ് കഴിഞ്ഞ് അവിടെ പൊന്നിനെ ചോദിച്ചു നോക്കുകയാണ്. പൊന്നിനോട് ഉമ്മ ചോദിച്ചു, അല്ല പൊന്നു, ഇന്നലെ മീറ്റപ്പ് കഴിഞ്ഞ് എവിടേക്കാ പോയി? ഞാൻ എവിടേക്കും പോയിട്ടില്ല ഉമ്മ, ഞാൻ എവിടേക്കും പോയിട്ടില്ല ഉമ്മ എന്ന് ആ കുട്ടി ഉമ്മാനോട് എന്തേത് മുട്ടായില്ലത് ഫസ്റ്റ് സെക്കൻഡ് അത് മുട്ടായി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് നേരത്തെ ഇതിൽ നമ്മൾ മത്സരം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും. ആ പൊന്നു എന്തേത് ഉമ്മാനോട് കളവ് പറഞ്ഞു, ഞാൻ എവിടേക്കും പോയിട്ടില്ല ഉമ്മ എന്ന് പറഞ്ഞു. ഓള് റൂമിൽ കഴിയും. ഉമ്മ ആ ഓളെ അത്രയും വിശ്വസിക്കുന്ന ഉമ്മാണ്. എൻ്റെ മോള് കളവ് പറയില്ലാന്ന് ഉമ്മ പറഞ്ഞു. മൂത്തോളോട് പറഞ്ഞ്, ഓൾ ഇന്നലെ എവിടേക്കും പോയിട്ടില്ല, ഇജ്ജ് എന്താ അങ്ങനെയൊക്കെ ചോദിച്ചു തരണം. ഉമ്മ, പൊന്നു നമ്മളോട് കള്ളം പറയാണ്. നിങ്ങൾക്ക് അറിയാം ഉമ്മ, പൊന്നു ഇന്നലെ മീറ്റപ്പ് എപ്പോഴോ കഴിഞ്ഞിരിക്കണ്. ഓള് ഒരു വേറൊരു മുതിർന്ന ഒരു പയ്യനുമായിട്ട്
ബൈക്കുമ്മ കറങ്ങാൻ പോയിക്കണം. +1 പഠിക്കുന്ന കുട്ടിയാണ്. ബൈക്കുമ്മ കറങ്ങാൻ പോയിക്കണം. ഉമ്മ വാട്സപ്പ് തുറക്കി, എനിക്ക് അതിൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഈ മൂത്ത ഏട്ടത്തിൻ്റെ ആരോ ഇവരെ അറിയുന്ന ആളെന്ത് ഓല് കൂൾ ബാറിൽ പോയപ്പോൾ ഇവർ കൂൾ ബാറിലൊക്കെ പോയിക്കണം എൻ്റെ കൂടെ. അത് ഇവള് പൊന്നും അറിഞ്ഞിട്ടില്ല, പൊന്നും അറിയാതെ പോലെ അതിൻ്റെ വീഡിയോ എടുത്ത്, പോലെ അറിയാതെ എടുത്ത്, പൊന്നു ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ആ വീഡിയോ ഉമ്മാക്ക് കണ്ട് കിട്ടിയപ്പോൾ ഉമ്മ ആകെ ബേജാറായി. എന്നിട്ട് പൊന്നൂൻ്റെ അടുത്ത് പോയി വെച്ച് ഇത് ആലോചിച്ചു. പൊന്നൂന് പിന്നെ ഒന്നും പറയാൻ വയ്യ, കാരണം എന്താ, ഓളാണത്. പക്ഷെ പൊന്നു ഉമ്മാനോട് കള്ളം പറഞ്ഞാൽ അവർക്കും പോയിട്ടില്ല. ഉമ്മ പറയാണ്, സാറേ ഞാൻ എൻ്റെ മോളെ അത്രയും വിശ്വസിച്ചു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ഓരോ ഇത് ചാടുന്നു, എത്ര ലഹരി പദാർത്ഥങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ വഴിതെറ്റിക്കണം. പറഞ്ഞ് മനസ്സിലാണല്ലോ. ഇപ്പോൾ ഞങ്ങളെ പ്രദേശത്ത് ഒരു സ്ഥലം, ഒരു ബീച്ചിൽ ഞാൻ ഒരിക്കലൊരു പ്രോഗ്രാം കഴിഞ്ഞ് വെറുതെ ബീച്ചിൽ പോയതാണ്. ബീച്ചിൽ അവിടെ ഉച്ച സമയമാണ് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അവിടെ നല്ലൊരു ആളുകളൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ അവിടെ ബീച്ചിൽ പോയപ്പോൾ ഒരു പെൺകുട്ടി യൂണിഫോമിൽ +2 പഠിക്കുന്ന പെൺകുട്ടിയാണ്. അന്ന് +1 ക്ലാസ് തുടങ്ങിയിട്ടില്ല, അഡ്മിഷൻ തുടങ്ങുന്ന സമയമാണ്. ഇവളുണ്ട് ഒരു മരത്തിൻ്റെ ചോട്ടിൽ, ബീച്ചിൽ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നിരീക്ഷിക്കും, ഇവളെന്താ ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് ഇരിക്കണം, വേറെ ആരുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരു ഓട്ടോറിക്ഷയിൽ ഒരു ചെറുപ്പക്കാരന് വരുന്നുണ്ട്. ഓട്ടോറിക്ഷയിൽ ഇറങ്ങിയിട്ട് അയാൾ എന്ത് ചെയ്ത് ഈ പെൺകുട്ടീൻ്റെ അടുത്ത് പോയി ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇവർ പ്ലാൻ ചെയ്തിട്ട് ഓള് പറഞ്ഞു ഞാൻ ഉച്ചയ്ക്ക് ഞാൻ അവിടെ ഉണ്ടാവും, ക്ലാസ് കട്ട് ചെയ്തിട്ട് ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് മോൻ അതേപോലെ വന്ന് എത്ര അപകടങ്ങളാണ് കുട്ടികൾ ചെന്ന് ചാടുന്നറിയോ. ഞാൻ പറഞ്ഞത് പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികൾ ഇതേപോലെ ഓരോന്നിനും ചാടുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പൊന്നൂൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. അപ്പോൾ ഫ്രീഡം, നമ്മളെ രക്ഷിതാക്കൾ നമ്മളെ വിശ്വസിച്ച് മദ്രസക്ക് പോകാൻ അല്ലെങ്കിൽ ട്യൂഷന് പോകാൻ, സ്കൂളിൽ പോകാനൊക്കെ ചിലപ്പോൾ ഉച്ചക്ക് സ്കൂൾ വിട്ടിട്ടുണ്ടാവും. ചില കുട്ടികൾ സ്കൂൾ ഉച്ചക്ക് വിട്ടിട്ടും വീട്ടിൽ പോകാതെ അവിടെയും ഇവിടെയൊക്കെ കറങ്ങാൻ പോകും. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ അങ്ങാടികളിലൊക്കെ ഇങ്ങനെ കറങ്ങി തെണ്ടി നടക്കുന്ന, ഞാൻ ആ വാക്ക് വീണ്ടും പറയും, തെണ്ടി നടക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ, അങ്ങാടി എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ കേന്ദ്രങ്ങളാണ്, അറിയില്ലേ? അവിടെയാണ് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ സമയത്തായിരിക്കും ഓരോ ടൈപ്പ് ആളുകളെ അടുത്തൊക്കെ നമ്മൾ ചെന്ന് ചാടുക. ഈ ലഹരിക്ക് പെട്ടെന്ന് ഒരാൾ ചെന്ന് ചാടുമൊന്നുമില്ല. ലഹരിയിലേക്ക് പോകുന്ന വഴികളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ലഹരി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വസ്തുവിനോടോ ഒരു പദാർത്ഥത്തോടോ ഒരു സാഹചര്യത്തോടോ അടിമപ്പെടുന്ന എന്തും ലഹരിയാണ്. ഒരു വസ്തുവിനോടോ ഒരു പദാർത്ഥത്തോടോ ഒരു സാഹചര്യത്തോടോ അടിമപ്പെടുന്നതും ലഹരിയാണ്. കള്ള്, കഞ്ചാവ്, മയക്കുമരുന്ന് പോലത്തെ മാത്രമല്ല ലഹരി. ഇപ്പോൾ മൊബൈൽ ഒരു ലഹരിയാണ്. എത്ര കുട്ടികൾ മൊബൈൽ ഗെയിമിന് അഡിക്റ്റായിട്ട്. 2 ദിവസം മുമ്പ് എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു കൂട്ടുകാരന് എന്നെ വിളിച്ച് അയാൾ സങ്കടപ്പെട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കുട്ടി മൊബൈൽ കളിച്ച് ഓനക്കിപ്പോൾ മൊബൈലിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. മൊബൈലിന് അഡിക്റ്റായിപ്പോയി. അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ തലച്ചോറ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ തലച്ചോറിന് ഒരുപാട് പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. ഈ തലച്ചോറ് നമ്മൾ ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ, ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ ഞാൻ അതിൻ്റെ സയൻസ് പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് ഒരാൾ ലഹരി ഉപയോഗിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തത്. ഞാനിപ്പോൾ ഈ പുസ്തകം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഈ പുസ്തകം എഴുതിയത്, ഇതിൻ്റെ മേലെ ഒരു പേരുണ്ട്, എന്താണ്, ഋഷിരാജ് സിംഗ് IPS. ഇദ്ദേഹം എന്താണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കേട്ടു നിങ്ങൾ, ഈ ലഹരിയൊക്കെ പിടിക്കുന്ന അല്ലേ എക്സൈസ് വകുപ്പില്ലേ, അതിൻ്റെ മേധാവിയായിരുന്നു. മനസ്സിലായില്ലേ? IPS ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹം പറയാണ്, ഇദ്ദേഹം ലഹരി പിന്നെ എക്സൈസിൻ്റെ മേധാവിയായിരിക്കുന്ന സമയത്ത് ഒരുപാട് സ്കൂളുകളിൽ ഏകദേശം 600-ലധികം സ്കൂൾ, ഈ പുസ്തകം തുടങ്ങുന്നത് അങ്ങനെയാണ്, 600-ലധികം സ്കൂളുകളിൽ ഇദ്ദേഹം ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്, ബോധവൽക്കരണ ക്ലാസ് എടുക്കാൻ വേണ്ടി. അല്ലേ, നിങ്ങളിപ്പോൾ പത്രം നിങ്ങൾ അടുത്ത് കണ്ടില്ലേ, ഷഹബാസ് എന്നൊരു കുട്ടിയുടെ കാര്യം അല്ലേ, ആണോ അല്ലേ? കൂട്ടുകാരൊക്കെ കൂടിയിട്ട് ചെയ്ത പണി അല്ലേ, എന്തെല്ലാം മാരകമായ അക്രമ സ്വഭാവത്തിലേക്ക് കുട്ടികൾ വഴിതെറ്റി പോകുന്നതിന്. അതല്ല ഞാൻ പറഞ്ഞത്, കൂട്ടമായി നിങ്ങൾ തല്ല് കൂടുക, ആകെ പ്രശ്നം ഉണ്ടാക്കുന്ന അവസ്ഥ. അപ്പം ഞാൻ പറഞ്ഞത് ഫ്രീഡം എന്ന് പറയുന്നത് നമ്മളെ മാതാപിതാക്കൾ, നമ്മളെ ടീച്ചേഴ്സ്, നമ്മളെ അധ്യാപകർ അല്ലെങ്കിൽ ഉസ്താദുമാരൊക്കെ നമ്മളൊരു സ്ഥലത്തേക്ക് നമ്മൾ പറഞ്ഞയക്കും. നമ്മളപ്പോൾ ആരും നമ്മളെ ഉണ്ടാവില്ല. ഇങ്ങനെ കാണുമ്പോൾ ഈ പുസ്തകത്തിൽ ലഹരിയിലേക്ക് പോകുന്ന ചില കാര്യങ്ങൾ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഫ്രീഡം എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ ഒറ്റയ്ക്ക് ഇപ്പോൾ ഫോൺ നിങ്ങൾ തീരെ ഉപയോഗിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഫോണിൽ
ചിലപ്പോൾ ഒക്കെ നമ്മൾ ചില പ്രോഗ്രാമുകൾ എൻ്റർടൈൻമെൻറ്റുകളൊക്കെ ചിലപ്പോൾ നമ്മൾ കാണും അല്ലേ? തെറ്റായ രീതിയിലേക്ക് പോകരുത്. തെറ്റായ രീതിയിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നം. ചെറിയ രീതിയിലൊക്കെ ചിലപ്പോൾ നമ്മളത് ചില ഗെയിം എല്ലാം ഓവറായ പ്രശ്നമാണ് അല്ലേ? ചെറിയ രീതിയിലൊക്കെ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് വേണം, തീരെ വേണ്ട ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഫോണ് നിങ്ങളുടെ ഉമ്മാൻ്റെ, നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് ഫോൺ ഉണ്ടായിക്കോളുന്നില്ല. ചിലപ്പോൾ ഉമ്മാൻ്റെ ഫോണോ അല്ലെങ്കിൽ താത്താൻ്റെ ഫോണോ അല്ലെങ്കിൽ ഉപ്പാൻ്റെ ഫോണോ. ഇപ്പോൾ ഉമ്മാനോട് ഉമ്മ ഒരു 5 മിനിറ്റ് ആ ഫോൺ തരും, ഞാൻ ഇപ്പോൾ തരാറും. അപ്പോൾ ഉമ്മ പറയും 5 മിനിറ്റേ തരുള്ളൂ കേട്ടോ, അതിൻ്റെ അപ്പുറം ഞാൻ തരൂല എന്ന് പറയും. അതിൻ്റെ അപ്പുറം തരൂല, 5 മിനിറ്റ് ഞാൻ വാങ്ങുമെന്ന് പറയും. ആയിക്കോട്ടെ അമ്മ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാങ്ങും. നിങ്ങളെ കയ്യിൽ ഫോണ് കിട്ടി, നിങ്ങളെന്ത് ചെയ്യുന്നുണ്ട്? 5 മിനിറ്റായി 10 മിനിറ്റായി നിങ്ങൾ ആ ഫോണിൻ്റെ ഇതിലിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഉമ്മ വന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് മതി, ഉമ്മ പറയും വേണ്ടാട്ടോ 10 മിനിറ്റ് കഴിഞ്ഞ് ഫോണ് കൊണ്ടാന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങളെന്താ പറയുക? പ്ലീസ് ഉമ്മ ഒരു 2 മിനിറ്റും കൂടി, ഞാൻ ഇപ്പോൾ തരാം, ഒരു 2 മിനിറ്റും കൂടി, ഒരു 2 മിനിറ്റ് വരും. വേണ്ടട്ടോ 5 മിനിറ്റ് പറഞ്ഞപ്പോൾ 10 മിനിറ്റ് ആയി, ഞാൻ ആയിക്കോട്ടെ 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വരും, തരേണ്ടി വരും പറഞ്ഞു. ഞാൻ തരാം, ഉമ്മ പോയിക്കോളൂ ഞാൻ തരാം. പിന്നെ നമ്മൾ പിന്നെയും ഇതേപോലെ ഇങ്ങനെ മോനെ മക്കളെ ശ്രദ്ധിക്കേ. അപ്പോൾ ഇങ്ങനെ പിന്നെ ഇങ്ങനെയൊക്കെയാണ്. ഉമ്മ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്ത് തൊട്ടടുത്ത സൈൻതാത്ത വന്ന്, അല്ലെങ്കിൽ തൊട്ടടുത്ത സുബൈദാത്ത വന്ന്, അല്ലെങ്കിൽ പാത്തിന്താത്ത ആരെ വന്ന് ഉമ്മ ഓരോട് ഇങ്ങനെ വർത്താനത്തിന് മുഴുകി. ഉമ്മ 2 മിനിറ്റൊക്കെ മറന്നുപോയി. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഉമ്മക്ക് ഓർമ്മ വന്നത്, പടച്ചോനെ ഫോണ് ഓൻ്റെ അടുത്താണല്ലോ. ഉമ്മ വന്നിട്ട് ഇങ്ങോട്ട് ചിലപ്പോൾ ഫോൺ ചോദിച്ചാലും നിങ്ങളപ്പോൾ കൊടുത്തോളന്നില്ല. അരമണിക്കൂർ കഴിഞ്ഞിട്ട് മതി ഫോൺ കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കൊടുക്കൂല. തെറ്റാണ് ഉമ്മ, ഇങ്ങനത്തെ ഇപ്പോൾ ഫോൺ ഞാനിപ്പോൾ ഇതാക്കണമെന്നില്ല, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേറെ പഠിക്കാനൊന്നുമില്ല, ഞാൻ ഇപ്പോൾ കുറച്ച് നേരമല്ലേ. പിന്നെ നിങ്ങളെ ശബ്ദമൊക്കെ മാറാൻ തുടങ്ങി. ഉമ്മ അവസാനം മതി ആ ഫോൺ കാണിയ ഒറ്റ വാങ്ങലാകുമ്പോൾ എന്നിട്ട് ഒച്ചടും, ഒച്ചാണ്ട് വിടും. ഞെട്ടിയില്ലേ അല്ലേ? നിങ്ങളിങ്ങനെയൊക്കെ ഞെട്ടിട്ട് അമ്മാനോട് ചിലപ്പോൾ ചാടി ചിലവർ പറയും ദേഷ്യം പിടിച്ചാണ്ട്, നിങ്ങളിങ്ങനെ കുറേ നേരം ഇങ്ങനെ കളിച്ചിട്ടുണ്ട്, ഞാൻ 2 മിനിറ്റ് നോക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കയ്യിൽ വാങ്ങി. ഞാൻ എനിക്കറിയാം, അപ്പം തന്നെ എനിക്കറിയാം ഇജ്ജ് ഇങ്ങനെ തന്നെ കാട്ടുള്ളൂ. നിങ്ങൾ ഉമ്മാനോട് ചിലപ്പോൾ കാര്യത്തിൽ സംസാരിക്കും. പിന്നെ നിങ്ങൾക്ക് ഒരു പിരാന്ത് എന്ന് പറയും, കാരണം നിങ്ങൾ നല്ല ഗെയിമിൽ അങ്ങനെ മുഴുകിയിരിക്കുന്ന സമയത്താണ്. ആ എങ്ങനെ പിരാന്ത് പാടില്ല. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ ദേഷ്യം പിടിച്ചാൽ പലതും പറയും. നിങ്ങൾ ദേഷ്യം പിടിച്ചാൽ ഞങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയില്ല. അതൊക്കെയാണ് പ്രശ്നം. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് ഇതിൽ ഒരു ലഹരി ഉണ്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? തരക്കടിയിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉമ്മ ചോദിക്കുമ്പോൾ ഇതമ്മ താങ്ക് യു, ഏതായാലും എന്താ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുത്തു, അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ ഉമ്മാക്കും ഹാപ്പി ആയില്ലേ, അപ്പോൾ ഫോൺ തന്നല്ലോ. അപ്പോൾ എന്താ മറ്റത് ഉമ്മ തരാൻ പേടിക്കണം. എന്താ നിങ്ങൾ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കൊടുക്കണ പരിപാടി നിങ്ങൾക്കില്ല. പിന്നെ നിങ്ങളത് അല്ല നിങ്ങൾ തിരിച്ചു കൊടുക്കുക. നിങ്ങളൊക്കെ നല്ല മക്കളാണ്. പറഞ്ഞ ചില കുട്ടികൾക്ക് അങ്ങനെ സ്വഭാവം ഉണ്ട് എന്ന് പറയാം. എല്ലാവരും അങ്ങനെയൊന്നുമല്ല. ഈ കൂട്ടത്തിൽ നിങ്ങളൊക്കെ നല്ല മക്കളാണ്. പിന്നെ നമ്മളിപ്പോൾ ടോയ്ലറ്റിൽ ബാത്റൂമിൽ കയറുമ്പോൾ വാതിൽ കുറ്റിയിടുന്നത് എന്തിനാ? യെസ്, കാരണം വെച്ചാൽ ഈ ബാത്റൂം അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ വാതിൽ കുറ്റിയിടുന്നത് നമുക്ക് എന്തുവാണ്? ഒരു പ്രൈവസി വേണം, ആണോ അല്ലയോ? കാരണം നിങ്ങൾ ബാത്റൂമിൽ കയറിയത് വേറെ ഒരാൾക്ക് ചിലപ്പോൾ അറിഞ്ഞോളന്നില്ല. അയാൾ ചിലപ്പോൾ ബാത്റൂമിൽ പോകാൻ മുട്ടിയിട്ടായിരിക്കും ഓടി വരിക, അല്ലേ? ആണോ അല്ലേ? അപ്പോൾ ബാത്റൂം നിങ്ങൾ കുറ്റിയിട്ടില്ല, നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ബാത്തിൽ കുറ്റിയിടാഞ്ഞാൽ അയാൾ ഇങ്ങനെ ബാത്റൂം അന്നോടല്ല വാതിൽ തുറക്കാൻ പറഞ്ഞ്. അത് ശരി, ഇജ്ജ് വാതിൽ കുറ്റിയിടായിരുന്നു ഞാനപ്പോൾ അറിയപ്പത്. കാറ്റുകൊണ്ട് തുറന്നു ഓൻ്റെ അനുഭവം പറയാണ്. ഓൻ അപ്പിടാൻ മുട്ടിയപ്പോള് ഓൻ ബാത്റൂമിൽ കയറി ഓൻ കുറ്റിയിട്ട്, പക്ഷെ കാറ്റോണ്ട് കുറ്റി തുറന്നു എന്ന് പറഞ്ഞത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? അതന്നെ, ഓൻ അടച്ചില്ലെങ്കിൽ ആകെ ഇതായിരുന്നല്ലേ. ഞാൻ പറഞ്ഞത് നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്യുമ്പോൾ വാതിൽ കുറ്റിയിടാഞ്ഞാൽ നമുക്ക് മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ? പറ്റൂല. എൻ്റെ ചോദ്യം, ഞങ്ങൾ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ചില കുട്ടികൾ ഫോണ് വാങ്ങിയിട്ട് ബാത്റൂമിൽ അല്ലെങ്കിൽ
ഉമ്മാൻ്റെ അടുത്ത് കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് ഇപ്പം നാൾ എൻ്റെ അടുത്ത് ഒരു കുട്ടീനെ കൗൺസിലിംഗ് കൊണ്ടത് 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, 6ൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ എന്താ സംഭവം, ആ കുട്ടി മൊബൈൽ ഫോണിൽ ചീത്ത ചിത്രങ്ങൾ അല്ലെങ്കിൽ ചീത്ത ആക്കപ്പെട്ട ചില വീഡിയോസ്, മോശപ്പെട്ട ചില വീഡിയോസ് ആ കുട്ടി കാണുന്നതായിട്ട് ഒരു ഇതുണ്ട്. അതെന്താ സംഭവം എൻ്റെ അടുത്ത് വരാൻ കാരണം എന്ന് വെച്ചാൽ ആ കുട്ടി ഓൻ്റെ ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടികളെ മോശമായി ടച്ച് ചെയ്യുന്ന ഒരു കംപ്ലൈൻറ്റ് കിട്ടി, ചീത്ത ടച്ച് ചെയ്യുക, മനസ്സിലായില്ലേ? അങ്ങനെ കുട്ടികൾ എന്ത് ചെയ്ത്, ആ പെൺകുട്ടികൾ ടീച്ചറോട് കംപ്ലൈൻറ്റ് ചെയ്ത്, ടീച്ചറെ ഓനെങ്ങനെ ഞങ്ങളെ മോശമായിട്ട് സ്പർശിക്കുന്നുണ്ട്, ടച്ച് ചെയ്യണപ്പോൾ ടീച്ചർ ഓനെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഓൻ്റെ അടുത്ത് ഒന്നും കിട്ടുന്നില്ല. ഓനക്ക് ഈ ചീത്ത സ്വഭാവം എങ്ങനെ കിട്ടി, ടീച്ചറോട് ഒന്നും പറഞ്ഞു. അങ്ങനെ ചിരിച്ചുകൊണ്ട് ടീച്ചർക്ക് ദേഷ്യം പിടിച്ച് ടീച്ചർ അവസാനം എന്താ ഇപ്പോൾ ഇങ്ങനെ ഇവൻ്റെ അടുത്ത് ഇങ്ങനെ സ്വഭാവം ഉണ്ട്. അങ്ങനെയാണ് നമ്മളടുത്ത് കൗൺസിലിങ്ങിന് വന്ന് എടാ മോനെ ഇജ്ജ് എന്താ അങ്ങനെയൊക്കെ ചീത്ത സ്വഭാവം കാട്ടുന്നു വെച്ചപ്പോൾ ഇജ്ജ് അങ്ങനെ ചെയ്തിരുന്നാ? ഞാൻ ചെയ്തിരുന്നു സമ്മതിച്ച്. എനിക്കെന്താ അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നണേ? അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ഫോണ് ഗെയിം കളിക്കാമെന്ന് പറഞ്ഞ് വാങ്ങലുണ്ട്. അങ്ങനെ ഉമ്മ അടുക്കളയിലേക്കും അവിടേക്കും പോയി കഴിഞ്ഞാൽ ഞാൻ ഈ ഫോണായിട്ട് റൂമിൽ പോയിരിക്കും. എന്നിട്ട് ആ കുട്ടി പറയാണ്, ഞാൻ റൂമിൽ പോയി ഇരുന്നിട്ട് എന്ത് ചെയ്യും, എൻ്റെ കൂട്ടുകാർ എനിക്ക് ചില ചീത്ത സൈറ്റുകളെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. ഞാൻ എന്ത് ചെയ്യും, ആ ചീത്ത സൈറ്റ് ഗൂഗിളിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ പോയിട്ട് ഞാൻ സെർച്ച് ചെയ്യും. അങ്ങനെ ഞാൻ ചീത്ത വീഡിയോ കാണാൻ തുടങ്ങി. ആ ചീത്ത വീഡിയോ കാണാൻ തുടങ്ങിയതിന് ശേഷമാണ് സാറേ എനിക്ക് ഇങ്ങനെയൊക്കെ ചീത്ത ചിന്തകൾ വരുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ എന്ന് മുതലേ കാണാൻ തുടങ്ങി? അപ്പോൾ ഓൻ പറയാണ്, സാറേ ഞാൻ 5ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയതാണ്. ഓൻ ഇപ്പോൾ 6ലെത്തി. 1 കൊല്ലത്തോളമായി ഈ കുട്ടിക്ക് ഇതിങ്ങനെ. അതാ ഞാൻ പറഞ്ഞത്, മൊബൈൽ ഫോണ് ചില കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, തെറ്റായ രീതിയിലേക്കുള്ള, അത് നമ്മൾ അങ്ങനത്തെ കൂട്ടുകാരൊക്കെ ഉണ്ടാവും, ഓല് അങ്ങനത്തെ ഒക്കെ പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് അതൊക്കെ കാണാനുള്ള ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ നമ്മളെ മനസ്സെന്ത് ചെയ്യും, ചീത്ത രീതിയിലേക്ക് പോകും. അല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, പറഞ്ഞ് മനസ്സിലാകണ്ടേ? ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു താല്പര്യം ഈ പ്രായത്തിൽ പല കുട്ടികൾക്കും ഇങ്ങനെയൊക്കെ തോന്നാറുണ്ട്. ഇതൊക്കെ ഒരു ശൈത്താനിയത്തായ ചിന്തകളാണ്. പറഞ്ഞ് മനസ്സിലാവണ്ടോ? അപ്പം നിങ്ങൾ ഈ കൗമാര പ്രായത്തിൽ ഈ തരത്തിലുള്ള ലൈംഗികമായ ചിന്തകൾ മനസ്സിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ റീൽസ് കാണുന്ന സമയത്ത് ചിലപ്പോൾ ചില വീഡിയോ ആകുമ്പോൾ നമുക്കിങ്ങനെ വീണ്ടും ഇങ്ങനെ കാണാനുള്ള തോന്നലൊക്കെ വരും. അപ്പോൾ തന്നെ മൈൻഡിന് അത് മാറ്റാനുള്ള ടെൻഡൻസി കാണണം. അല്ലാതെ നമ്മൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ 6ൽ പഠിക്കുന്ന കുട്ടിക്ക് ഉണ്ടായ പോലെ ചീത്ത രീതിയിലുള്ള പെരുമാറ്റം നമ്മളുണ്ടാവും. മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ സൈക്കോളജീസ് ബിഹേവിയർ സയൻസ് എന്ന് പറയാം. നിങ്ങളെ പെരുമാറ്റത്തിൽ വരുന്ന എന്തും നിങ്ങളെ മനസ്സിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. പറഞ്ഞ് മനസ്സിലാകണ്ട? ചില കുട്ടികൾ വാ തുറന്നാൽ ചീത്ത സംസാരം, അനാവശ്യങ്ങൾ പറയുന്ന കുട്ടികളുണ്ട്. അനാവശ്യങ്ങൾ മാത്രമേ ഓല് പറയുള്ളൂ. വാ തുറന്നതിനെ അറപ്പും വെറുപ്പും ഇതുണ്ടാക്കുന്ന രീതിയിൽ ചില പ്രയോഗങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇതാണ്, ആ തരത്തിലുള്ള സംസാരം അങ്ങനെയൊക്കെ പറയുന്ന കുട്ടികളുണ്ട്. നിങ്ങൾ അങ്ങനെയാണെന്നല്ല പറയുന്നത്, അതൊക്കെ നമ്മളുടെ വ്യക്തിത്വത്തെ, നമ്മുടെ പേഴ്സണാലിറ്റീനെ ബാധിക്കും. ദയവ് ചെയ്ത് ആ സ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റണം. ഈ ക്യാമ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, നിങ്ങളെ നല്ല രീതിയിലേക്ക്, നല്ല സ്വഭാവത്തിന് ഉടമയാക്കുക എന്നതാണ്. പറഞ്ഞ് മനസ്സിലാകണ്ടോ? അപ്പോൾ ഈ മൊബൈലിലെ ഈ അഡിക്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് ചിലപ്പോൾ ചില കുട്ടികൾ സിനിമയ്ക്ക് അഡിക്റ്റായി പോകും. അതോടൊപ്പം തന്നെ ചില റീൽസുകളുണ്ട് അല്ലേ? ഇപ്പോൾ നമ്മളെ ഈ ഈ അടുത്ത് കുറച്ച് മുമ്പ് നിങ്ങൾ അറിഞ്ഞില്ലേ, ഒരു തൊപ്പി എന്നൊരാളെ കുറിച്ച് കേട്ടോ നിങ്ങൾ? വളാഞ്ചേരി ഭാഗത്ത് അതെ അനാവശ്യം, അതായത് വളാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഈ തൊപ്പി എറിഞ്ഞ ചങ്ങായി വന്ന്, ഞാൻ അപ്പോഴാണ് ഇങ്ങനെ ഒരു കഥാപാത്രത്തെ അറിയണത്. പറഞ്ഞു മനസ്സിലാണ്ടോ? നിങ്ങൾക്ക് അറിയോ, അന്ന് തൊപ്പിനെ കാണാൻ വന്നത് നിങ്ങളെ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികൾ അവിടെ എത്തിക്കാണ്. അയാളെ പേര് തൊപ്പിയല്ല കേട്ടോ, പറയുന്നത് അങ്ങനെയാണ്. അപ്പം എങ്ങനെയാണ്, അപ്പം എന്താ സംഭവം, സോഷ്യൽ മീഡിയയിലൂടെ അപ്പം എത്രയോ ആയിരക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് അവനക്ക്. ഞാൻ വെറുതെ ഓൻ്റെ വീഡിയോ വെറുതെ ഒന്ന് നോക്കിയാണ്, എന്താ അവനെ കുറിച്ച്. സുബ്ഹാനല്ലാഹ്, ഓന് പറയുന്ന വാക്കുകളുണ്ടല്ലോ, അറപ്പ് വെറുപ്പ് ഉളവാക്കുന്ന ചീത്ത രീതിയിലുള്ള, ഇതൊക്കെ കേട്ടിട്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പറയുന്നത്. ഇപ്പം ഉണ്ട് ചില വീഡിയോ, കൊമ്പങ്കാട്ട് കോയും കുഞ്ഞാപ്പുവാ, കൊമ്പങ്കാട്ട് കോയും, എന്താ ഇപ്പം ഇതിലുള്ളത്? ഇങ്ങനെ കുറേ കോമാളി വർത്താനങ്ങൾ പറയുക, എന്നിട്ട് നമ്മൾ അതുപോലെ അനുകരിക്കാൻ നോക്കുക.
അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ പ്രയോഗിക്കുക. ഇതൊക്കെ എന്താ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന ചില കാര്യങ്ങളാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കണം, നമ്മളെ വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണം. നിങ്ങൾ എത്ര നല്ല ഡീസൻറ്റ് ഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് നിന്നിട്ട് കാര്യമില്ല, പക്ഷെ നിങ്ങൾ വാ തുറന്നു കഴിഞ്ഞാൽ അനാവശ്യമായ സംസാരം വരുന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, മൊബൈൽ ഫോണ് നിങ്ങൾ അഥവാ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാരൻസ് നിങ്ങളെല്ലാവരും മുന്നിൽ പബ്ലിക്കായിട്ട് ഇരുന്നിട്ട് കാണുന്ന രീതിയിൽ, അല്ലാതെ ഈ ഫോണുമായിട്ട് ഞാൻ പറഞ്ഞില്ലേ വാതിൽ കുറ്റിയിടുന്ന പ്രൈവസിക്ക് വേണ്ടി, അതേപോലെ ഫോണുമായിട്ട് ബാത്റൂമിൽ പോയിരിക്കുക, ഫോണുമായിട്ട് ബെഡ്റൂമിൽ പോയിട്ട് വാതിൽ കുറ്റിയിരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ശൈത്താനിയത്തായ ചീത്ത രീതിയിൽ ചിന്തകൾ വരും. ആ ചിന്ത വരുമ്പോൾ നമുക്ക് തെറ്റായ പല പ്രവൃത്തികളും ചെയ്യാനുള്ള തോന്നൽ വരും. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇനി ഒരു ഗെയിം കളിക്കാൻ പോകട്ടോ. അടുത്തൊരു ഗെയിമാണ്. അടുത്തൊരു ഗെയിം തലേന്നാണ് കല്യാണം എന്ന് പറയും. എന്താണ്? തലേന്നാണ് കല്യാണം പറയുമ്പോൾ നിങ്ങളെ 2 കൈയും തലമ വെച്ച് പറയണം തലേന്നാണ് കല്യാണം. ഓക്കെ. പുറത്തുനിന്ന് ആരെയും വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഷോൾഡറിൽ 2 തട്ട് തട്ടിയിട്ട് പറയണം പുറത്തുനിന്ന് ആരെയും വിളിച്ചിട്ടില്ല. ഓക്കെ. റെഡി? അരക്കെട്ട് പപ്പടവുമായി പറയുമ്പോൾ അരയിൽ തൊട്ടിട്ട് ഇങ്ങനെ ആക്ഷൻ കാട്ടിയിട്ട് പറയാം അരക്കെട്ട്. നമ്മളിത് നിന്നിട്ടാണ് ചെയ്യാൻ പോകുന്നത്, ഇരുന്നിട്ടല്ല. അരക്കെട്ട് പപ്പടം വരുമ്പോൾ ഇപ്പോൾ ചെയ്യണ്ട, ഞാൻ പറഞ്ഞുതരാം. അരക്കെട്ട് പപ്പടം വരുമ്പോൾ ഇങ്ങനെ 2 ആക്ഷൻ കാട്ടുക കേട്ടോ. ഓക്കെ. 2 മുട്ട് കാലും തൊട്ട് വരുമ്പോൾ 2 മുട്ടുകാല് തൊടുക. ഓക്കെ. 2 പെരുവിരൽ തൊട്ട് വരുമ്പോൾ നിങ്ങൾ 2 പെരുവിരൽ എന്ത് ചെയ്യണം? തൊടാൻ ശ്രമിക്കണം. പെരുവിരൽ കഴിഞ്ഞാൽ നിങ്ങളെ കാല് തൊട്ടാൽ മതി. പിന്നെ മൂപ്പരാരെയും കൂട്ടി വരുമ്പോൾ മൂക്ക് ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ ആക്കുക. ജലദോഷമുള്ള ആളുകൾ, ചീരാപ്പുള്ള ആൾക്കാർ എന്ത് ചെയ്യാൻ പാടില്ല? മൂക്കിൻ്റെ അടുത്ത് കൈ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ആക്കരുത്, തെറിച്ചു പോകും. ആർക്കും ജലദോഷമൊന്നും ഇല്ല. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അപ്പോൾ വെറുതെ ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. റെഡി? ഓക്കെ. ഇത് നമ്മൾ ഒന്നുകൂടി പറയാം. തലേന്നാണ് കല്യാണം എന്ന് പറയുമ്പോൾ 2 കൈയും തലക്ക് വെച്ചിട്ട് പറയണം തലേന്നാണ്. 2 കൈ പുറത്തുനിന്ന് ആരെയും വിളിച്ചിട്ട് വരുമ്പോൾ 2 കൈ പുറത്തുനിന്ന് ആരെയും വിളിച്ചിട്ടില്ല. ഓക്കെ. അത് പറയണട്ടാ. മുദ്രാവാക്യം വിളിക്കണ പോലെ വിളിച്ച് പറയണം. അരക്കെട്ട് പപ്പടവുമായി വരുമ്പോൾ അരക്കെട്ട് പപ്പടവുമായി. 2 മുട്ട് കാല് തൊട്ട് വരുമ്പോൾ 2 മുട്ടുകാല് തൊടുക. 2 പെരുവിരൽ തൊടുമ്പോൾ പെരുവിരൽ തൊട്ടിട്ട് മൂപ്പരാരെയും കൂട്ടി വരുമ്പോൾ മൂക്ക് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കുക. അതാണ് നമ്മൾ ഗെയിം കേട്ടോ. ഒരു രസകരമായതാണ്. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. തൊട്ടാൽ മതി. ഓക്കെ. ഒരു കാല് തൊട്ടാൽ മതി. കാല് തൊട്ടാൽ മതി. മുദ്രാവാക്യം വിളിക്കണ പോലെ വിളിച്ച് പറഞ്ഞട്ടാ. റെഡിയല്ലേ? റെഡിയല്ലേ? നല്ല ശബ്ദത്തിൽ വിളിച്ച് പറഞ്ഞോ. റെഡി? ആര് റെഡി? യെസ്. റെഡി അല്ലേ? തലേന്നാണ് കല്യാണം. കുറച്ചും കൂടി ഉച്ചത്തിൽ കേട്ടാ, മാക്സിമം സൗണ്ട് കയറ്റ. തലേന്നാണ് കല്യാണം. പുറത്തുനിന്ന് ആരെയും വിളിച്ചിട്ടില്ല. പുറത്തുനിന്ന് ആരെയും വിളിച്ചിട്ടില്ല. അരക്കെട്ട് പപ്പടവുമായി. അരക്കെട്ട് പപ്പടവുമായി. 2 മുട്ട് കാലും തൊട്ട്. 2 മുട്ട് കാലും തൊട്ട്. 2 പെരു വെല്ലും തൊട്ട്. 2 പെരു വെല്ലും തൊട്ട്. മൂപ്പരാരെയും കൂട്ടി വരണം. ഇനി അടുത്തത് മൂപ്പരാരെയും കൂട്ടി വരുമ്പോൾ തൊട്ടടുത്ത ആൾ മൂക്ക് പിടിക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ മൂക്ക് കണ്ടേ. വേദന ആക്കരുത് കേട്ടാ. വേദന ആക്കരുത്. ജസ്റ്റ് ഒന്ന് പിടിച്ച് അങ്ങനെ വിട്ടാൽ മതി. റെഡി? ഒരു മൂക്ക് കണ്ട ചോളിട്ടാ. വല്ല നുള്ളരുതിട്ടാ. വെറുതെ ഒന്ന് പിടിച്ച് വിട്ടാൽ മതി. റെഡി? നുള്ളാൻ നിൽക്കരുത്. റെഡി? സ്റ്റാർട്ട് ചെയ്യല്ലേ? ഞാൻ പറയുമ്പോൾ ഇപ്പൊ മൂക്ക് പിടിക്കണ്ട. മൂപ്പരാരും പറയുമ്പോൾ ചെയ്താൽ മതി. റെഡി? തലേന്നാണ് കല്യാണം. പുറത്തുനിന്ന് ആരെയും വിളിച്ചിട്ടില്ല. അരക്കെട്ട് പപ്പടവുമായി. 2 മുട്ട് കാലും തൊട്ട്. 2 പെരു വെല്ലും തൊട്ട്. മൂപ്പരാരെയും കൂട്ടി വരണം. ഗുഡ്. വെരി ഗുഡ്. മതി മതി. ഇരുന്നോ. ഒരാളെ മുക്ക് പിടിച്ചാൽ മതി. 2 ആൾ മുക്ക് പിടിച്ചാ മതി 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 മതി. ഒന്ന് മൂക്കം തൊട്ടാട്ടെ. ഇരിക്കെ. വേദന എൻ്റെ മൂക്കാരും പിടിച്ചില്ല. മതി 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 മതി. ആർ യു ഹാപ്പി? ആർ യു ഹാപ്പി? വെരി ഗുഡ്. അപ്പോൾ മോനെ ഇരിക്കും. മതി മതി. ഇതാണ് മൂപ്പരാരും കൂട്ടി വരുമ്പോൾ പ്രശ്നം. സാരമില്ല, അത് രസമായിട്ട് എടുത്താൽ മതി, തമാശ എടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ലഹരി എന്ന് പറയുന്നത്, ലഹരിയുടെ അപകടം ഞാൻ പറഞ്ഞുതരാം. ലഹരി
ഒരു തമാശക്ക് പോലും എന്ത് ചെയ്യാൻ പാടില്ല. കൂട്ടുകാർ നമ്മളങ്ങനെ ഇപ്പോൾ പല പല ലഹരി മിഠായികളുണ്ട്, പലതരത്തിലുള്ള നമ്മൾ പോലും അറിയാത്ത ആ ആ അതെ അതെ. അതെന്ന് വെച്ചാൽ ചില മിഠായി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങി കഴിക്കാൻ തോന്നുന്നത് അതൊക്കെ ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ തലച്ചോറ് ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ തലച്ചോറിന് ഒരുപാട് പ്രത്യേകത തന്നിട്ടുണ്ട്. തലച്ചോറിൻ്റെ ഭാരം എന്ന് പറയുന്നത് ഏകദേശം പുരുഷന്മാരുടെ തലച്ചോറ് ഏകദേശം 1,400, 1 കിലോന് 400 ഗ്രാമിൻ്റെ അത്ര വെയിറ്റ് ഉള്ളൂ. മനസ്സിലായില്ലേ? ഏകദേശം 1,400, ഏറിപ്പോയവർ 1.5 ഉള്ളിൽ. അപ്പോൾ സ്ത്രീകളുടെ ആണെങ്കിലോ ഏകദേശം അതിൻ്റെയൊക്കെ അടുത്ത് തന്നെയാണ്. മനസ്സിലായില്ലേ? എന്താണ് ഈ ലഹരി പദാർത്ഥങ്ങൾ സംഭവിക്കുമ്പോൾ ഏറ്റവും വലിയ അപകടം എന്താ അറിയോ? നമ്മുടെ തലച്ചോറിൽ ഈ പ്രധാനപ്പെട്ട നമ്മുടെ ശരീരം തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്ന, നമ്മുടെ ബോഡിയിലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ചില ഹോർമോൺസുകളുണ്ട്. അതിൽ ആനന്ദ ഹോർമോൺസ്, ഹാപ്പിനെസ് ഹോർമോൺസ് എന്ന് വിളിക്കുന്ന 4 ഹോർമോൺസിൽപ്പെട്ട ഒന്നാണ് ഡോപ്പോമിൻ, മറ്റൊന്ന് ഓക്സിറ്റോസിൻ, മറ്റൊന്ന് സെറോട്ടോണിൻ, 4ാമത് എൻഡോർഫിൻ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്താ സംഭവിക്കുക? ഡോപ്പോമിൻ പറഞ്ഞ ഹോർമോൺസ് സാധാരണ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാളും ഓവറായിട്ട് എന്ത് ചെയ്യും? തലച്ചോറ് ഉൽപ്പാദിപ്പിച്ചു തുടങ്ങും. ഓവറായിട്ട് അമിതമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞ പോലെ അമിതമായ ഡോപ്പോമിൻ്റെ ഉൽപ്പാദനം വന്നു കഴിഞ്ഞാൽ പിന്നെ തലച്ചോറ് എന്ത് ചെയ്യുമോ? നമ്മൾ ഈ സാധനങ്ങൾ കൃത്രിമമായ പല രീതിയിലുള്ള, ഇന്ന് ഏറ്റവും വലിയ പറഞ്ഞില്ല സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഈ പലതരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദയവ് ചെയ്ത് നിങ്ങൾ ഒരു കാരണവശാലും ആ തരത്തിലേക്ക് നിങ്ങൾ പോകുന്ന, നിങ്ങൾക്ക് എന്തിനായി ക്ലാസ് തരുന്നത് വെച്ചാൽ ആ തരത്തിലേക്കുള്ള ഒരു ടേസ്റ്റ് പോലും നമ്മൾ ചെയ്യാൻ പാടില്ല. ചില ബിസ്ക്കറ്റുകളിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന ഈ ചില ബിസ്ക്കറ്റിൽ പെട്ട ഒരു ബിസ്ക്കറ്റ് ഏതാരോ ഓറിയൻ പറഞ്ഞ ബിസ്ക്കറ്റില്ലേ, ഓറിയൻ അല്ലേ? ഈ ബിസ്ക്കറ്റിലൊക്കെ പുഴ അത് ഞാൻ പറഞ്ഞ ആ പേര് പറയാൻ കാരണം ഞങ്ങൾക്ക് ഒരു എക്സൈസിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോൾ ചില ബിസ്ക്കറ്റുകളിൽ പോലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് കഴിക്കണമെന്നുള്ള താല്പര്യമുണ്ടാക്കുന്ന ചില ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ചില പാനീയങ്ങൾ, ചില ജ്യൂസ് ഐറ്റംസുകളൊക്കെ ഇതൊക്കെ എന്ത് ചെയ്യുന്നത് ഓവറല്ല, ചെറിയ രീതിയിൽ എന്ത് ചെയ്യുക, അത് വീണ്ടും നിങ്ങൾക്ക് ഇങ്ങനെ കുടിക്കാനുള്ള തോന്നൽ വരിക. അതൊക്കെ നമ്മളെ ദോഷകരമായി ബാധിക്കും. പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പോൾ ഈ അപകടം പിടിച്ച, ഇപ്പോൾ ഞാൻ എൻ്റെ സൈക്കോളജി പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഇൻറ്റേൺഷിപ്പ് ഇവിടെ കോഴിക്കോട് ചേതന ഹോസ്പിറ്റലിൽ, സൈക്കാട്രി ഹോസ്പിറ്റൽ, ന്യൂറോ സൈക്കാട്രി ഹോസ്പിറ്റലാണ് കോഴിക്കോടുള്ള ചേതന ന്യൂറോ സൈക്കാട്രി ഹോസ്പിറ്റലുണ്ട്. അതിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ PN സുരേഷ് കുമാർ, അദ്ദേഹം എഴുതിയൊരു പുസ്തകത്തിൻ്റെ പേരാണ് ന്യൂ ജൻ ലഹരി. എന്താണ് ന്യൂ ജൻ ലഹരി? അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ ഏകദേശം ഒരു 50ഓളം ബെഡ് അവിടെ അഡ്മിറ്റ് ചെയ്യാനുള്ള ബെഡുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഇൻറ്റേൺഷിപ്പിന് പോയ സമയത്ത് ഒരുപാട് കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന, 10ാം ക്ലാസ് പഠിക്കുന്ന, +2 പഠിക്കുന്ന, 8ലും 9ലൊക്കെ പഠിക്കുന്ന കുട്ടികളെ രക്ഷിതാക്കൾ അവിടെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 മാസത്തിൻ്റെ ഉള്ളിൽ പത്രത്തിൽ വന്ന റിപ്പോർട്ടാണ് കേരളത്തിലെ 588 കുട്ടികൾ, എത്ര കുട്ടികൾ? 588 കുട്ടികളെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? അതിൽ പെടാത്ത ഒരുപാട് കുട്ടികളുണ്ട്. കുട്ടികളിൽ ഇതേപോലെ ഒന്ന് മൊബൈൽ അഡിക്ഷന് പെട്ട്, ഇപ്പോൾ മൈദീൻ എന്ന സ്ഥാപനം കേട്ടിട്ടുണ്ട് നിങ്ങൾ? മലപ്പുറത്ത് മൈദീൻ അല്ലേ, ഖലീൽ തങ്ങളുടെ അതെ യെസ് അപ്പോൾ നമ്മൾ മൈദീനിൽ ഡി അഡിക്ഷൻ്റെ ഒരു സെൻ്റർ ഉണ്ട്. മനസ്സിലാവണല്ലേ? അവിടെയൊക്കെ വരുന്ന കേസുകളുടെ എണ്ണം എത്രയോ കൂടി വരികയാണ്. ഈ 588 കുട്ടികളുടെ കണക്കെന്ന് പറഞ്ഞാൽ കണക്കിൽപ്പെടാത്ത എത്രയോ ഉണ്ട്. ഇതൊക്കെ എന്താ വിഷയം? അതിൽ മൊബൈൽ അഡിക്ഷന് പെട്ട കുട്ടികളുണ്ട്, ഇതേപോലെ കൂട്ടുകെട്ടിൽ പെട്ടിട്ട് ഈ കഞ്ചാവ് പോലത്തെ എന്ത് ചെയ്യുന്നത് വലിക്കണ എത്രയോ മക്കളുണ്ട് രസത്തിന് വേണ്ടി. അതാണ് പറഞ്ഞത്, ചീത്ത കൂട്ടുകെട്ടിൽ പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ തലച്ചോറിനാണ് അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്, ബാധിക്കുന്നത്. തലച്ചോറിൽ അത് ബാധിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പിന്നെ നമുക്കത് നിർത്താൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. ചില കുട്ടികൾ പെട്ടെന്ന് വയലൻ്റ് ആവും, ചില കുട്ടികൾക്ക് ഒന്നിനോടും താല്പര്യം ഉണ്ടാവില്ല, ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നുക, പിന്നെ ഭക്ഷണത്തിനോട് താല്പര്യം ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ ചെന്ന് ചാടുന്നത്. അതുകൊണ്ടാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞാൽ എന്താ? രോഗം വരുന്നേക്കാളും നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുക. നമ്മളെങ്ങാനും അതിലെവിടെയും ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 ദിവസമെങ്കിലും അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതിന് ലഹരി നിങ്ങളെ ബ്ലഡ് ചെക്ക് ചെയ്യും.
നിങ്ങളിപ്പോൾ ഒരാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവർ നിങ്ങളെ ബ്ലഡ്, അത് നിങ്ങളെ മൂത്രം ഇതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെ ബോഡിയിൽ ഈ സാധനം എത്ര അതിൻ്റെ അംശം ഉണ്ട് എന്നൊക്കെ റിപ്പോർട്ടിൽ കാണാൻ പറ്റും. നിങ്ങൾ എത്ര കള്ളം പറഞ്ഞ് ഒളിപ്പിച്ച് വെച്ചിട്ടും കാര്യമില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? കാരണം ഒരാൾ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ കള്ളിനൊരു സ്മെല്ലില്ലേ, മോശപ്പെട്ട സ്മെല്ലുണ്ട്, മനസ്സിലായില്ലേ? സംസാരിക്കുമ്പോൾ ഒക്കെ ഒരു ബാഡ് സ്മെല്ല് വരും. പറഞ്ഞു മനസ്സിലായില്ലേ? എന്നാൽ സിന്തറ്റിക് പോലത്തെ ലഹരി സ്മെല്ല് പോലും പുറത്തേക്ക് വരാത്ത അത് കുത്തിവെക്കുന്നത് രീതിയിലും പല അടുത്ത് എന്തെല്ലാം പ്രശ്നമല്ലേ ഈ തരത്തിലേക്ക് നമ്മളെ ബോഡിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇതൊന്നും ആരും അറിയില്ലാണ്. ഇന്നാളെ എൻ്റെ അടുത്ത് ഒരു 31 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് ഓൻ്റെ ഭാര്യനെ ഓനെന്തോ ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ടാണ് കൗൺസിലിങ്ങിന് വന്നത്. ഭാര്യനെ ഓനെന്തോ ഇതുണ്ടായി. അങ്ങനെ ഭാര്യ തെറ്റിപ്പോയ സമയത്ത് ഭാര്യയുടെ വീട്ടുകാർ പറഞ്ഞു ഇനി പിന്നെ ഞങ്ങളെ മകളെ പറഞ്ഞേക്കണമെങ്കിൽ ഓനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം പറഞ്ഞു. അങ്ങനെ ഓന് ഭാര്യ തെറ്റിപ്പോയപ്പോൾ ഓനക്ക് പിന്നെ ഭാര്യ ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല, മക്കളെ പിരിഞ്ഞു നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എന്ത് ചെയ്ത് കൗൺസിലിങ്ങിന് ഓനക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, വീട്ടുകാർ അങ്ങനെ നിർബന്ധം പിടിച്ചതുകൊണ്ട് നമ്മളടുത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ ഭാര്യനെ ഉപദ്രവിച്ചു. അപ്പോൾ ആദ്യം ഓനെ പറയാനൊക്കെ മടിച്ചു. പിന്നെ ഓൻ പറഞ്ഞതാണ് ഞങ്ങളോട് സത്യം പറയാം, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പ്രേരണയ്ക്ക് വഴങ്ങി ഒരു സാധനം ഏറ്റവും കൂടുതൽ അപകടം പിടിച്ചൊരു ലഹരിയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? പേരെന്താ അറിയില്ലേ? MD. അത് ഒരു ലഹരിയാണ്, ഏറ്റവും അപകടമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ എന്താ സംഭവിച്ച് ഓൻ പറയാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കും. ഓൻ എന്ത് ചെയ്ത് ഓൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കൂടിയിട്ട് ഓല് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് അതിൻ്റെ ഉപയോഗം നോക്കിയാണ്. ഓൻ പറയാണ് അതിൻ്റെ ശേഷം ഓൻ 2 ദിവസത്തോളമായി ഓനക്ക് മൂത്രം എന്ത് ചെയ്യുന്നില്ല. നമ്മൾക്ക് മൂത്രമൊഴിക്കില്ലേ, ഓൻ പറയാണ് മൂത്രം വരെ എനിക്ക് പുറത്തേക്ക് വരാൻ പ്രയാസപ്പെട്ടു. വെള്ളം അത്രമാത്രം ഞാൻ കുടിക്കുന്നു, ബോഡി മൊത്തം ഡ്രൈ ആകാണ്, രക്തം മൊത്തം. അങ്ങനെ ആലോചിച്ച് നോക്കുകയാണ് നമ്മളെ ആന്തരിക അവയവങ്ങളിലേക്കൊക്കെ ഇത് പോയിട്ട് എന്ത് ചെയ്യും, ആകെ പ്രശ്നം ഉണ്ടാക്കും. തലക്ക് ഒരു സുഖം കിട്ടിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്. പക്ഷേ നമ്മളെ ഹാർട്ടും നമ്മളെ ബോഡിയിലൊക്കെ ഇത് എന്ത് ചെയ്യുന്നത്. ഓൻ പറഞ്ഞ കാര്യം വെച്ചാൽ ഞാനത് ഒരിക്കൽ ഉപയോഗിച്ചതിന് ശേഷം 2 ദിവസത്തോളം ഞാൻ അതിൻ്റെ ഇടങ്ങാറ് അനുഭവിച്ചു. പിന്നെ ഓനക്ക് ഈ സാധനത്തിൻ്റെ ഇത് കഴിഞ്ഞാൽ, ആ ടൈം കഴിഞ്ഞാൽ പിന്നെ ഓനക്ക് ഈ സാധനം വീണ്ടും കിട്ടണം എന്നുള്ള ഇത് വരികയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, മനസ്സിലായില്ലേ? കാരണം എന്താ, തലച്ചോറിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡോപ്പോയിൻ പറഞ്ഞ ഹോർമോണ് ഓവർ ലെവൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തലച്ചോറ് ആവശ്യപ്പെടും എനിക്ക് സാധനം കൊണ്ടാണ് എന്ത് ചെയ്യും, പിന്നെ ഓല് എന്ത് ചെയ്യും. അപ്പോൾ അങ്ങനെ രീതിയിൽ എന്ത് ചെയ്യും, വൈഫ് എന്തോ ഒരു വിഷയം പറഞ്ഞപ്പോൾ ഓനക്കാണ്ട് ദേഷ്യം വരും. ഓൻ ഈ ഒരു ഇതിൽ നിൽക്കുകയാണ്. ഓന് വൈഫിനെ നല്ലതുകൊണ്ട് ഉപദ്രവിച്ചു. ഓളെന്നെ ആകെ ബേജാറായിപ്പോയി. അപ്പോൾ സംഭവം എന്താ ഈ തരത്തിലാണ്. അപ്പോൾ ഞാൻ വൈഫിനോട് ചോദിച്ചപ്പോൾ വൈഫ് പറഞ്ഞു സാറേ ഞാൻ അറിയില്ല, എനിക്ക് തന്നെ എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് മൂപ്പരെ പെരുമാറ്റത്തിലും 2 ദിവസമായിട്ട് എനിക്ക് എന്താ സംഗതി അറിയില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെയാണ് പ്രശ്നം. അങ്ങനെ അവരെന്ത് ചെയ്ത് കൗൺസിലിംഗ് കൊണ്ട് മാത്രം മാറ്റാൻ പറ്റുന്ന വിഷയമല്ല, ഞാനൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് അവരെ റെഫർ ചെയ്തു. ആ സൈക്കാട്രിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിനൊക്കെ വേണ്ടി വരും. കാരണം ഈ സാധനത്തിൻ്റെ ഇതിന് എതിരായിട്ടുള്ള ചില സൈക്കാട്രിക് മെഡിസിൻ എന്ത് ചെയ്യണം, ഉള്ളിലെത്തണം. പറഞ്ഞു മനസ്സിലായില്ലേ? എത്തിച്ചിട്ട് എത്ര പേര് രക്ഷപ്പെടണമെന്ന് യാതൊരു ഇതുമില്ല. അപ്പോൾ അത്ര അപകടം പിടിച്ച സാധനങ്ങളാണ് നമ്മളെ ഈ പരിസര പ്രദേശങ്ങളിൽ. പ്രത്യേകിച്ച് ഈ കൊച്ചിയിൽ നിങ്ങൾക്കറിയില്ലേ 25,000 കോടിയുടെയൊക്കെ 1-2 അല്ല 25,000. ഇപ്പോഴല്ല, കുറച്ച് മുമ്പ് പത്രത്തിൽ വന്ന ഒരു കണ്ടെയ്നർ പിടിച്ചു. 25,000 കോടി എന്ന് പറയുമ്പോൾ എത്ര വലിയ സംഖ്യയുടെ സാധനമാണ്. അപ്പോൾ നമ്മളെ യുവതലമുറയുടെ നശിപ്പിക്കാൻ വേണ്ടി നമ്മളെ പരിസര പ്രദേശങ്ങളിലൊക്കെ സ്കൂളിൻ്റെ തൊട്ട പരിസരത്തും നമ്മളൊക്കെ കുട്ടികളെ കേന്ദ്രീകരിച്ചൊക്കെ വ്യാപകമായി നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ട മക്കൾ എന്ത് ചെയ്യണം, ഒരിക്കലും ഈ തരത്തിലുള്ള ഇതിലേക്ക് ഞാൻ പോവില്ല എന്ന് നിങ്ങൾ തീരുമാനം എടുക്കാം. അങ്ങനെ ആരെങ്കിലും നിങ്ങളങ്ങനെ ഇതിന് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉസ്താദിനോടോ അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സിനോടോ നിങ്ങളുടെ രക്ഷിതാക്കളോടോ ആ വിവരം അറിയിക്കണം. എന്നിട്ട് ആ കുട്ടീനെ എന്ത് ചെയ്യണം, അതിലേക്ക് രക്ഷപ്പെടുത്താൻ ശ്രമിക്കും വേണം. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? ലഹരിയെക്കുറിച്ച് ഞാൻ തൽക്കാലം ഇപ്പോൾ അത്രേ പറഞ്ഞുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൊബൈല് എന്ത് ചെയ്യാൻ പാടില്ല. മൊബൈൽ ഓവറായിട്ട് നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്നതിന് അതിനൊരു ടൈം ലിമിറ്റ് ചെയ്യണം. ഒരു ദിവസം മാക്സിമം ഏറിപ്പോയാൽ 1 മണിക്കൂർ, മാക്സിമം അരമണിക്കൂർ എന്ത് ചെയ്യുക, അത് നിങ്ങളൊരു ടൈം എന്ത് ചെയ്യണം, നിങ്ങൾ പഠനം ഇതൊക്കെ കഴിഞ്ഞിട്ട് അതിന് പറ്റിയൊരു ടൈം എന്ത് ചെയ്യുക. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുക്കുക, ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇതാവുക, അതൊന്നും നല്ലതല്ല. അതോടൊപ്പം ഞാൻ പറഞ്ഞ ഉറക്കൻ്റെ കാര്യം, ഉറക്കം ഒരു 9 മണിയാകുമ്പോഴേക്കൊക്കെ കിടന്നു ഉറങ്ങാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. 9-ൻ്റെയും 11-ൻ്റെയും മാക്സിമം പോയാൽ 11. അതിന് ഇപ്പം തന്നെ എനിക്ക് ഉറക്കം വരുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഉറക്കം വരുന്നില്ല, അത് ചൂടായിട്ട് വരും. അപ്പോൾ എന്താ അതിൻ്റെ ഇടയിൽ ഉറങ്ങാൻ നോക്കുക. അതിന് മുമ്പ് മൊബൈലിൽ ഇരുന്ന് കളിക്കണതൊക്കെ മാറ്റി വെക്കാൻ നോക്കുക. റെഡി?
പുതിയതായിട്ട് മണഞ്ചേരി താമസം വന്നായിരുന്നു. ആ അല്ല കഴിഞ്ഞിട്ടില്ല. എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു. ആ ഞാനെപ്പോഴും അതിലൂടെയൊക്കെ തന്നെ കളിക്കും. ആ ഒരു ദിവസം അവരുടെ കൂട്ടുകാരന്മാരൊക്കെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ നിനക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയൊരു ലാഫിംഗ് തെറാപ്പി ഉണ്ട്, ഒരു ആക്ടിവിറ്റിയാണ്. ആ ഗെയിം. ആ യെസ്. ആ അപ്പോൾ കണ്ടില്ലേ, കണ്ണൊക്കെ ചുമന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ അതൊക്കെ കാണുമ്പോൾ ആ യെസ്. ആ അതെ അതെ അതെ. ആ അപ്പോൾ ഞാൻ 5 F എത്ര F അപ്പോൾ പറഞ്ഞത്? ഒന്നാമത്തെ F എന്താണ്? ഫ്രണ്ട്സ്. രണ്ടാമത്തെ F എന്താണ്? ഫ്രീഡം. മൂന്നാമത്തെ F എന്ന് പറഞ്ഞാൽ ഫണ്ണ്. എന്താണ്? ഫണ്ണ്, കളി തമാശകൾ. ചില കുട്ടികൾ വെറും കളി തമാശകളിലാണ്, പഠിത്തമൊന്നുമില്ല. മോനെ എനിക്ക് വെയിലുണ്ടെങ്കിൽ മാറി ഒന്ന് ബാദുഷക്ക് വെയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ എവിടേക്കെങ്കിലും ഒന്ന് കസാര അങ്ങോട്ട് നീങ്ങിയിരുന്ന മോനെ, നീ ഒന്ന് കുറച്ച് നീങ്ങിയിരുന്ന വെയിൽ കൊള്ളുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഫണ്ണ് എന്ത് ചെയ്യണം? നമ്മൾ ലിമിറ്റ് ചെയ്യണം. പറഞ്ഞു മനസ്സിലായില്ലേ? ഏത് എല്ലാം ലിമിറ്റ് ചെയ്യുക, ഓവർ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഗെയിമുകളൊക്കെ അങ്ങനെ തന്നെയാണ്. ഗെയിമൊക്കെ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് കളിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ആകെ അസ്വസ്ഥത വരും. അതൊക്കെ അഡിക്ഷൻ്റെ ഭാഗമാണ്. മനസ്സിലായില്ലേ? അതിനെന്ത് ചെയ്യുക? അതിന് വേറൊരു മാർഗ്ഗമില്ല. അത് ഞാൻ തൽക്കാലത്തേക്ക് ഞാൻ അത് ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കുക. അതിന് ഇപ്പോൾ സമയം ഏകദേശം 12 മണിയായി കേട്ടോ. ആ ഇനി നമുക്ക് പിന്നെ ഇനി 4ാമത്തെ F എന്ന് പറയുന്നത്, അതിന് പറയും എപ്പോഴും ശ്രദ്ധിക്കാണ്ട് മറ്റൊരു F ഏതാരോ, അതാണ് ഫാസ്റ്റ് ഫുഡ്. എന്താണ്? ഫാസ്റ്റ് ഫുഡ്. ഫാസ്റ്റ് ഫുഡ് ലിമിറ്റ് ചെയ്യണം. ചില കുട്ടികൾ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? സ്കൂളിലേക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിക്കില്ല. എന്നിട്ട് എന്ത് ചെയ്യും? തൊട്ടടുത്ത കടകളിലൊക്കെ അവിടെ പോയിട്ട് നിങ്ങൾക്ക് 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ബേക്കറി സാധനങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റൊരു സോഫ്റ്റ് ഡ്രിങ്ക്സ് പെട്ടൊരിതുണ്ട്, 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന എന്തൊക്കെ ഒരു പേരില്ലേ, ഒരു ഫ്രൂട്ടി പോലത്തെ ഒരു പച്ച കളറുള്ള എന്താ, ടിൻഡോ എന്താണ്, ടീജോ അങ്ങനത്തെ ഓരോ സാധനങ്ങളുണ്ട് അല്ലേ? ആ 7up എന്തോ ആയിക്കോട്ടെ. ഈ സാധനങ്ങളൊക്കെ എന്താ സംഭവിക്കണേ? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് പെട്ട സംഗതിയാണ്. ഇതൊക്കെ നമ്മളെ ആരോഗ്യത്തെ വളരെ ഹാനികരമായി ബാധിക്കുന്ന ചില ഇൻഗ്രീഡിയൻസ് അതിൽ അടങ്ങിയിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലാവണ്ടോ? ഇതൊക്കെ കുടിക്കുക, നമ്മൾ തൽക്കാലം ഒരു ആശ്വാസം കണ്ടെത്തും. പക്ഷേ ഇതൊക്കെ നമ്മൾ കുടലിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഒട്ടുമിക്ക കുട്ടികളുടെയും പ്രശ്നം തരോ, വയറ്റിന്ന് പോകാൻ ഒരുപാട് പ്രയാസമുള്ള കുട്ടികളുണ്ട്. അതെന്താണ്? ഈ ചിക്കന്, ഇറച്ചി ഐറ്റംസുകൾ സ്ഥിരമായി എപ്പോഴും കഴിക്കുന്ന കാര്യമില്ല. സ്ഥിരമായി കഴിച്ചാൽ എന്ത് ചെയ്യും? നമുക്ക് നമ്മളെ കക്കൂസ് പോകുന്ന സമയത്തൊക്കെ ചില കുട്ടികൾക്ക് വല്ലാത്തൊരു ഇടങ്ങാറുണ്ടാവും. അതേസമയം എന്ത് ചെയ്യുക? നല്ല പച്ചക്കറി, ഇലക്കറികളൊക്കെ കഴിക്കുക. എപ്പോഴും ഇത് സ്ഥിരമായിട്ട് കഴിക്കാതിരിക്കുക. ഈ ബ്രോസ്റ്റ് ആയിക്കോട്ടെ, അതേപോലെ ഷവർമ ആയിക്കോട്ടെ, പിന്നെ കുഴിമന്തി, അങ്ങനെ ഏതൊക്കെ ഐറ്റംസ് ഉണ്ടോ അതൊക്കെ എന്ത് ചെയ്യുക? എപ്പോഴും കഴിക്കുന്നതല്ല, സ്ഥിരമായി കഴിക്കുന്നത് വലിയ അപകടം ചെയ്യും. അത് നിങ്ങൾ ഓക്കെ. യെസ്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. പിന്നെ വെള്ളം നന്നായി കുടിക്കാൻ പറ്റണം. വെള്ളം കുടിക്കാഞ്ഞാൽ എന്താ സംഭവിക്കാരോ? വെള്ളം കുടിക്കാഞ്ഞാൽ നമ്മളെ ബോഡി എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ശരീരഭാരത്തിനനുസരിച്ചുള്ള വാട്ടർ ശരീരത്തിൽ എത്തണം. ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് 20 കിലോ വെയിറ്റിന് 1 ലിറ്റർ എന്നാണ്. 20 കിലോ ഭാരമുള്ള ഒരാൾക്ക് 1 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. 40 കിലോ ഭാരമുള്ള ആൾ എത്ര ആയിരിക്കണം? 2. അപ്പോൾ അതെന്ത് ചെയ്യണം? നിങ്ങൾ ഈ വെള്ളത്തിൻ്റെ അളവ് നിങ്ങളുടെ ശരീരത്തിൽ എത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നും. ഓക്കെ. ഇനി 5ാമത്തെ F ഏതാണ്? 5ാമത്തെ F എന്ന് പറഞ്ഞത് അതിന് പറയും ഫാഷൻ. എന്താണ്? ഫാഷൻ. ഇപ്പോൾ നമ്മൾ ഒരു വിദ്യാർത്ഥിയുടെ ഹെയർ സ്റ്റൈൽ അല്ലേ, ചില കുട്ടികൾ മുടി വെട്ടുന്ന കണ്ടിട്ടുണ്ടോ? മുടി വെട്ടുന്ന വെച്ചാൽ നമുക്ക് ഒരു വിദ്യാർത്ഥിക്ക് യോജിച്ച രീതിയിലുള്ള മുടി ഇതാണോ? ഇത് ഓവറായിട്ട് അവിടെയും ഇവിടെയൊക്കെ എലി കാർന്ന് നിന്ന മാതിരി അവിടെയും ഇവിടെയൊക്കെ ചില ആൾക്കാരെന്ത് ചെയ്യും? ചില ഫുട്ബോൾ ആളുകളുടെ അത് അനുകരിച്ചിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യും? ഇതൊന്നും നമുക്ക് ചേർന്നതല്ല. ഇപ്പോൾ എത്രയോ പെൺകുട്ടികൾ ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് തേച്ചിട്ട് എന്തെല്ലാം അപകടം ഉണ്ടായിട്ട്, കെമിക്കൽ തേച്ചിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഇതിൻ്റെ കാരണം ഈ കുടലിൽ ലൈസ് കഴിച്ചിട്ട് അല്ലേ? അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ഒരു കുട്ടി ലൈസ് സ്ഥിരമായി കഴിച്ച് ഇതേപോലെ ലിപ്സ്റ്റിക് ഇട്ട് ഡോക്ടർ ആ കുട്ടിക്ക് ചുണ്ടുമ്മിലൊക്കെ ഇൻഫെക്ഷൻ വന്നിട്ട് പുണ്ണ് വന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് ചെയ്യരുതെന്ന്. പക്ഷേ ആ കുട്ടി അത് അനുസരിച്ചില്ല. ആ കുട്ടി നിങ്ങൾ ആ ഒരു വോയിസ് കേട്ടോ, അവർ വാട്സപ്പിലൊക്കെ വന്നിരുന്നല്ലേ? ആ കുട്ടി ഇത് മരിച്ചുപോയി. അപ്പോൾ ഇങ്ങനത്തെ ഒന്നും കഴിക്കാൻ പറ്റാതെ ആ കുട്ടിയുടെ കുടലൊക്കെ എന്ത് ചെയ്ത് ഇതായിപ്പോയി. ഓക്കെ. ഇനി നമ്മളെ ക്ലാസ് ഇനി ചെറിയ രീതിയിലുള്ള നമ്മളൊരു
ഒരു ലാഫ്റ്റർ ഇതുമായി ബന്ധപ്പെട്ട് ചിരിയുമായി ബന്ധപ്പെട്ട് ഇതിലേക്ക് പോകണം. ആ വെള്ളം കുടിക്കണോ? ഹിപ്നോട്ടിസ് ചെയ്യാൻ മോനെ ഇപ്പോൾ സമയമല്ല. അപ്പോൾ നിങ്ങൾക്ക് 1 മണിയാകുമ്പോഴത്തേന് ഈ സെഷൻ അവസാനിപ്പിക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കണം. അല്ല അതിന് ടൈം ഒരുപാട് എടുക്കും. നമ്മൾ ക്ലാസ് ഇനി കുറേ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഒരു ആക്ഷൻ സോങ് ചെയ്യാൻ പോകണം. ആക്ഷൻ സോങ് മോന് വേഗം കുടിച്ചു പോവാ. എങ്ങനെ കുട്ടികൾ ഓരോ സംഭവങ്ങൾ എങ്ങനെ വെള്ളം പെട്ടെന്നുള്ള കുടിച്ചു. ഈ ലേസൊക്കെ തിന്നു കഴിഞ്ഞാൽ അതിലൊക്കെ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്, മനസ്സിലായില്ലേ? നിങ്ങൾ സ്ഥിരമായിട്ട് തിന്നാൽ എപ്പോഴെങ്കിലൊക്കെ അല്ല പൊട്ടാറ്റോ ആ ലെവലിലേക്ക് എത്തണമെങ്കിൽ അതിന് ഒരുപാട് പ്രോസസ്സ് നടന്നിട്ടുണ്ട്. ഇപ്പം മനസ്സിലായില്ലേ? അതായത് അതിലൊക്കെ ക്യാൻസർ വരാൻ സാധ്യതയുള്ള ചില ഇൻഗ്രീഡിയൻസ്, ചില കെമിക്കൽസ് അതിലൊക്കെ ഉണ്ട്. നാവിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി സാധനം അടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ സ്ഥിരം കഴിക്കുമ്പോൾ ഞാൻ വേഗം കുടിച്ച് വരാം. നെല്ലിക്ക അത് വെള്ളം പെട്ടെന്ന് കുടിച്ചു. നല്ല ദാഹം ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഇതിന് എനിക്ക് വെള്ളം ഉണ്ട്. പെട്ടെന്ന് വെള്ളം കുടിക്കാനുള്ളത് പെട്ടെന്ന് കുടിച്ചു തരാം. എല്ലാവരും പോയാൽ സമയം വൈകും. എല്ലാവർക്കും ഒരു രസകരമായ ഒരു ഗെയിമും കൂടി ഉണ്ട്. എല്ലാവരും കസാരയിട്ട് ആൾക്ക് പോവാം.